ഗവൺമെന്റ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഗിരിജ. ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ വീഡിയോ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡുകളിലെ സെക്കൻഡ് ഇയർ സിലബസിൽ വരുന്ന ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിലെ പാർട്ട് 3 ബ്ലോക്ക് ഡയഗ്രം ഓഫ് DSO ആണ്. ഇനി നമുക്ക് ഒരു DSOയുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് നടക്കുന്നതെന്ന് നോക്കാം. ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് പ്രധാനമായും മെഷർ ചെയ്യാനുള്ള സിഗ്നലിനെ ആദ്യം അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ഉപയോഗിച്ച് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റണം. ഈ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഡാറ്റയെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. പിന്നീട് മെമ്മറിയിലുള്ള സിഗ്നൽ ഡിജിറ്റലി പ്രോസസ് ചെയ്ത് അവസാനം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള പിക്ചർ ഫോർമാറ്റിലേക്ക് മാറ്റണം. The DSO converts the signal into a digital format using an analog to digital converter. DSO എന്ത് ചെയ്യുന്നു? അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനായിട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ഉപയോഗിക്കുന്നു. Then it stores the digital data in the memory. ADC കൺവെർട്ട് ചെയ്ത ഡിജിറ്റൽ ഡാറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. ആൻഡ് ദെൻ പ്രോസസ് ദ സിഗ്നൽസ് ഡിജിറ്റലി. ഈ ഡാറ്റയെ ഡിജിറ്റലായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. ഫൈനലി ഇറ്റ് കൺവേർട്സ് ദ റിസൾട്ടിംഗ് സിഗ്നൽ ഇൻ എ പിക്ചർ ഫോർമാറ്റ് ടു ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ ഓഫ് ദ സ്കോപ്പ്. DSOയുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള പിക്ചർ ഫോർമാറ്റിലേക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഡയഗ്രം നോക്കാം. ഇതാണ് ഒരു DSOയുടെ ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ബ്ലോക്ക് ഡയഗ്രം. ഈ ബ്ലോക്ക് ഡയഗ്രത്തെ ഡാറ്റ അക്വിസിഷൻ, സ്റ്റോറേജ് സെക്ഷൻ, ഡാറ്റ ഡിസ്പ്ലേ സെക്ഷൻ എന്നിങ്ങനെ 3 ഭാഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രധാനമായിട്ടും 3 സെക്ഷനുകളാണ് ഒരു DSOയിൽ വരുന്നത്: ഡാറ്റ അക്വിസിഷൻ, സ്റ്റോറേജ്, ഡാറ്റ ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ ഭാഗമാണ് ഡാറ്റ അക്വിസിഷൻ. ഈ 3 ഭാഗങ്ങൾ ചേർന്നിട്ടാണ് സ്റ്റോറേജ് സെക്ഷൻ. ദെൻ ഡിസ്പ്ലേ സെക്ഷൻ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് ഡയഗ്രം ഓഫ് DSO കൺസിസ്റ്റ് ഓഫ് 1 ഡാറ്റ അക്വിസിഷൻ, 2 സ്റ്റോറേജ്, 3 ഡാറ്റ ഡിസ്പ്ലേ. ഇപ്പോൾ ഡാറ്റ അക്വിസിഷനിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ബഫർ ആംപ്ലിഫയർ, സാമ്പിൾ ആൻഡ് ഹോൾഡ് അഥവാ SH, ADC അഥവാ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. ഡാറ്റ അക്വിസിഷൻ സാധ്യമാകുന്നതിന് ADCയുടെയും DACയുടെയും സഹായം ആവശ്യമാണ്. ADC അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടറും DAC ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറുമാണ്. അതായത് സിഗ്നൽസ് ഡിജിറ്റൈസ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, അനലോഗ് വേവ് ഫോമിലെ ഡിസ്പ്ലേ കാണണം. ഇങ്ങനെ ഈ 3 പ്രോസസ്സും നടത്തണമെങ്കിൽ ADCയും വേണം, DACയും വേണം. ഡാറ്റ അക്വിസിഷൻ പോർഷനിൽ പ്രധാനമായും സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടും ADC സർക്യൂട്ടുമാണ് ഉള്ളത്. ഇതിൽ ഇൻപുട്ട് സിഗ്നൽ, അതായത് മെഷർ ചെയ്യാനുള്ള ഇൻപുട്ട് സിഗ്നൽ നമ്മൾ നൽകുന്നത് ബഫർ ആംപ്ലിഫയറിലേക്കാണ്. ഇതൊരു അറ്റിന്യൂറ്റർ സർക്യൂട്ട് കൂടിയാണ്. നോയ്സ് അറ്റിന്യൂറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു.
ഈ ബഫർ ആംപ്ലിഫയറിൽ നിന്നുമാണ് ഇൻപുട്ട് സിഗ്നൽ സാമ്പിൾ ആൻഡ് ഹോൾഡ് സെക്ഷനിലേക്ക് പോകുന്നത്. അതായത് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ നടക്കുന്ന പ്രോസസ്സിനെയാണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ ക്ലോക്ക് പൾസ് ഈ സെക്ഷനുകളിലേക്ക് സാമ്പിൾ ഹോൾഡ് സെക്ഷനിലേക്കും ADCയിലേക്കും നൽകേണ്ടതുണ്ട്. ഓക്കെ, ബഫർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ട്രിഗർ പൾസിങ്ങിനായിട്ട് കൺട്രോൾ സർക്യൂട്ടിലേക്ക് നൽകുന്നുണ്ട്. അതേപോലെ ADCയുടെ ഔട്ട്പുട്ട് മെമ്മറിയിലേക്കാണ് കൊടുക്കുന്നത്. അതായത് ഡിജിറ്റൈസ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇൻപുട്ട് സിഗ്നല് ബഫർ ആംപ്ലിഫയർ വഴി സാമ്പിൾ ആൻഡ് ഹോൾഡ് സെക്ഷനിൽ എത്തുന്നു. ഇവിടെ വെച്ച് സാമ്പിൾ ക്ലോക്കിൻ്റെ സഹായത്തോടെ, അതായത് കൺട്രോളിംഗ് സർക്യൂട്ട് വഴി വരുന്ന സാമ്പിൾ ക്ലോക്കിൻ്റെ സഹായത്തോടെ സാമ്പിൾ ചെയ്യപ്പെടുന്ന അനലോഗ് സിഗ്നൽ ADC ഡിജിറ്റൽ ഇൻഫർമേഷനാക്കി മാറ്റുന്നു. ഓക്കെ, ഈ സാമ്പിളിംഗ് റേറ്റ് തീരുമാനിക്കുന്നത് സാമ്പിൾ ക്ലോക്കാണ്. ഡിജിറ്റൈസ് ചെയ്ത ഡാറ്റ ADCയിൽ നിന്നും മെമ്മറിയിലേക്കാണ് പോകുന്നത്. മെമ്മറിയിലാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ബഫർ ആംപ്ലിഫയറിൽ നിന്നും ട്രിഗറിങ്ങിനായിട്ട് കൺട്രോൾ സർക്യൂട്ടിലേക്ക് കണക്ഷൻ ഉണ്ടായിരിക്കും. കൺട്രോൾ സർക്യൂട്ടിൽ നിന്നും സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിലേക്കും ADCയിലേക്കും കണക്ഷൻ ഉണ്ടാവും. അതായത് സാമ്പിൾ ക്ലോക്ക് പൾസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഡാറ്റ അക്വസിഷൻ ഈസ് ഏൺഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോത്ത് അനലോഗ് ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടേഴ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഡിജിറ്റൈസിങ്, സ്റ്റോറിങ് ആൻഡ് ഡിസ്പ്ലേയിങ് അനലോഗ് വേവ് ഫോംസ്. നമ്മൾ പറഞ്ഞു സിഗ്നൽസിനെ ഡിജിറ്റൈസ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. ഇതൊക്കെ സാധ്യമാകുന്നതിനായിട്ട് ഡാറ്റ അക്വസിഷനോടുകൂടി എന്ത് വേണം? ADCയും വേണം, DACയും വേണം. Data acquisition portion of the system consists of sample and hold circuit and analog to digital converter, which continuously samples and digitizes the input signal at a rate determined by the sample clock. Okay. And transmit the digitized data to memory for storage. ഇപ്പോൾ നമ്മൾ ഡാറ്റ അക്വസിഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റോറേജ് സെക്ഷൻ്റെ കാര്യം നോക്കാം. ഈ DSOയുടെ ഓവറോൾ ഓപ്പറേഷൻ നിയന്ത്രിക്കുന്നതിനായിട്ട് കൺട്രോൾ സർക്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൺട്രോൾ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു മൈക്രോ പ്രോസസ്സറാണ്. ഓക്കെ, ഈ മൈക്രോ പ്രോസസ്സറിനകത്തേക്ക് വരുന്നത് ട്രിഗറിംഗ് പൾസും സാമ്പിൾ പൾസുമാണ്. മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ കൺട്രോൾ സർക്യൂട്ടിൽ നിന്ന് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ADCയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അഡ്രസ് കൗണ്ടറിലേക്ക് പോകുന്നുണ്ട്, കൂടാതെ ടൈം ബേസ് കൗണ്ടർ അല്ലെങ്കിൽ ടൈം ബേസ് ജനറേറ്ററിലേക്ക് പോകുന്നുണ്ട്. അഡ്രസ് കൗണ്ടറിനകത്തു നിന്നാണ് മെമ്മറി ലൊക്കേഷനും മറ്റു കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. തുടർച്ചയായിട്ട് വരുന്ന ഡാറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കൺട്രോൾ സർക്യൂട്ടാണ്. കൺട്രോൾ സർക്യൂട്ട് മെമ്മറിയെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മെമ്മറി ഫുൾ ആണെങ്കിൽ ADCയിൽ നിന്നും വരുന്ന അടുത്ത ഡാറ്റ പോയിന്റിനെ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ഓൾഡ് ഡാറ്റയുടെ പുറത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഓൾഡ് ഡാറ്റ നഷ്ടമാവും, പുതിയ ഡാറ്റ സ്റ്റോർ ചെയ്യും. കൺട്രോൾ സർക്യൂട്ടിലേക്ക് ഇൻപുട്ട് വേവ് ഫോം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ട്രിഗർ സോഴ്സിൽ നിന്ന് ട്രിഗർ സിഗ്നൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ട്രിഗർ സിഗ്നൽ
എത്തുന്നത് വരെ നമ്മുടെ ഡിജിറ്റൈസിങ് പ്രോസസ്സും സ്റ്റോറേജ് പ്രോസസ്സും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. എന്നാൽ ട്രിഗറിംഗ് പൾസ് എത്തിക്കഴിഞ്ഞാൽ ആ രണ്ട് പ്രോസസ്സും സ്റ്റോപ്പ് ആവും. ഏതൊക്കെ? ഡിജിറ്റൈസിങ്ങും സ്റ്റോറേജിങ്ങും സ്റ്റോപ്പ് ചെയ്തിട്ട് ഡിസ്പ്ലേ മോഡിലേക്ക് DSO മാറും. അപ്പോൾ മെമ്മറിയിലുള്ള ഡാറ്റ ചിലപ്പോൾ പാർട്ടായിട്ടോ അല്ലെങ്കിൽ മുഴുവനായോ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്പ്ലേ ആവും. ഓക്കെ, എങ്ങനെയാണ്? അതായത് കൺട്രോൾ സർക്യൂട്ടിനകത്ത് നമ്മൾ സാമ്പിൾ ആൻഡ് ഹോൾഡിലേക്ക് ഒരു സാമ്പിൾ ക്ലോക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് സാമ്പിൾ ആൻഡ് ക്ലോക്ക് പൾസിനെ കൺട്രോൾ ചെയ്യണം. ഈ ക്ലോക്ക് മാത്രമല്ല, ട്രിഗറിംഗ് പൾസ് വരുന്ന സമയത്ത് ഈ സെക്ഷനെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ കൺട്രോളിംഗ് പൾസാണ് നമ്മൾ കൊടുക്കുന്നത്. സാമ്പിളിംഗ് റേറ്റ് തീരുമാനിക്കുന്നത് ഈ കൺട്രോൾ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന സാമ്പിൾ പൾസാണ്. ഇതുകൂടാതെ ADCയെയും കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ സർക്യൂട്ടാണ്. അതുപോലെ അഡ്രസ് കൗണ്ടറിലേക്കും കൺട്രോളിംഗ് സിഗ്നൽ നൽകുന്നുണ്ട്. ടൈം ബേസ് കൗണ്ടറിലേക്കും സിഗ്നൽസ് നൽകുന്നുണ്ട്. ഇനി നമ്മുടെ ട്രിഗറിംഗ് പൾസ് വരുന്നത് നോക്കാം. അതായത് ബഫർ ആംപ്ലിഫയർ ഇൻപുട്ട് സിഗ്നലിൻ്റെ അകത്തുനിന്ന് ട്രിഗറിംഗ് പൾസ് ലഭ്യമാണ്. അതല്ല എങ്കിൽ എക്സ്റ്റേണൽ ട്രിഗർ ഉപയോഗിച്ചിട്ടും ഇതിനെ വർക്ക് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ട്രിഗറിംഗ് പൾസ് വരുന്ന സമയം വരെ ഈ ഡിജിറ്റൈസിങ് ആൻഡ് സ്റ്റോറിംഗ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ട്രിഗറിംഗ് പൾസ് എത്തുന്നത് ആ സമയത്ത് DSOയുടെ മോഡ് ഡിസ്പ്ലേ മോഡായിരിക്കും. അതുവരെ ഡിജിറ്റൈസിങ് പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കും, സ്റ്റോറിംഗ് പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കും. ട്രിഗറിംഗ് പൾസ് എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ മോഡിലേക്ക് മാറും. മെമ്മറിയിലുള്ള സിഗ്നലുകൾ സ്ക്രീനിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഭാഗികമായിട്ടാവാം അല്ലെങ്കിൽ മുഴുവനായിട്ടാവാം നമുക്ക് സ്ക്രീനിൽ തെളിയുന്നത്. ഡിസ്പ്ലേ ഓപ്പറേഷനിൽ overall operation is controlled by control circuit, which is usually consist of microprocessor. The control circuit determines whether the successive data points are stored in successive memory location or not, which is done by continuously updating the memories. Overall operation നിയന്ത്രിക്കുന്നത് കൺട്രോൾ സർക്യൂട്ടായ മൈക്രോ പ്രോസസ്സറാണ്. കൺട്രോൾ സർക്യൂട്ടാണ് തീരുമാനിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്ന ഡാറ്റ പോയിൻറ്റ്സ് തുടർച്ചയായിട്ടുള്ള മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണോ വേണ്ടയോ എന്ന്. അത് ഈ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ കൺട്രോളിംഗ് സർക്യൂട്ട് മെമ്മറിയെ തുടർച്ചയായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. മെമ്മറി ഫുള്ളാണെങ്കിൽ നെക്സ്റ്റ് ഡാറ്റ പോയിൻ്റ്, അതായത് ADCയിൽ നിന്ന് വരുന്ന നെക്സ്റ്റ് ഡാറ്റ പോയിന്റിനെ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യുന്നു. അതായത് ഓൾഡ് ഡാറ്റ അപ്പോൾ നഷ്ടപ്പെടുന്നു. When the memory is full, the next data point from the ADC is stored in the first memory location, writing over the old data. The data acquisition and storage process is continuous till the control circuit receive a trigger signal from either the input waveform or an external trigger source. നമ്മൾ പറഞ്ഞു ഡാറ്റ അക്വസിഷനും സ്റ്റോറേജ് പ്രോസസ്സും ഏതുവരെയാണ് തുടരുന്നത്? ഇൻപുട്ട് വേവ് ഫോമിൽ നിന്നോ എക്സ്റ്റേണൽ ട്രിഗർ സോഴ്സിൽ നിന്നോ ഒരു ട്രിഗർ സിഗ്നൽ ലഭ്യമാകുന്നത് വരെയാണ് തുടരുന്നത്. When the triggering occurs, ട്രിഗർ സംഭവിച്ചു കഴിഞ്ഞാൽ the system stops and enters into display mode. അതായത് ഡാറ്റ ഡിജിറ്റൈസിങ്ങും സ്റ്റോറേജും സ്റ്റോപ്പായിട്ട് ഡിസ്പ്ലേ മോഡിലേക്ക് വരുന്നു. വിച്ച് ഓൾ ആർ ഓർ സം പാർട്ട് ഓഫ് ദ മെമ്മറി ഡാറ്റ ഈസ് റിപ്പീറ്റേറ്റീവ്ലി ഡിസ്പ്ലേഡ് ഓൺ ദ കാഥോഡ് റേ ട്യൂബ് ഓർ ഡിസ്പ്ലേ. അപ്പോൾ മെമ്മറിയിലുള്ള ഡാറ്റ മുഴുവനായോ പാർട്ടായിട്ടോ നമ്മുടെ ഡിസ്പ്ലേയിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കും.
ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് ഡിസ്പ്ലേയുടെ പാർട്ട് നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേയുടെ പാർട്ട് 2 DAC ഉണ്ട്, ടൈം ബേസ് ജനറേറ്റർ അല്ലെങ്കിൽ ടൈം ബേസ് കൗണ്ടർ ഉണ്ട്, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ, വെർട്ടിക്കൽ ആംപ്ലിഫയർ, ഡിസ്പ്ലേ. ഈ 2 DAC ഉപയോഗിക്കുന്ന DAC മീൻസ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ആണ്. ഡിസ്പ്ലേക്ക് ആവശ്യമായ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുമുള്ള ഡിഫ്ലക്ഷൻ വോൾട്ടേജ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് അതുവരെ ഉണ്ടായിരുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. ഈ ഡിജിറ്റൽ സിഗ്നൽസിനെ നമുക്ക് അനലോഗ് സിഗ്നലിൽ വേവ് ഫോം ലഭ്യമാക്കാൻ സാധിക്കില്ല. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡിജിറ്റൽ ടു അനലോഗ് സിഗ്നലായിട്ട് കൺവെർട്ട് ചെയ്യണം. അതായത് മെമ്മറിയിൽ നിന്ന് വരുന്ന സിഗ്നലും ടൈം ബേസ് ജനറേറ്ററും ഇവിടെ ഡിജിറ്റൽ സർക്യൂട്ടുകളാണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽസിനെ നമുക്ക് അനലോഗ് വേവ് ഫോം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും അതിനെ അനലോഗായിട്ട് കൺവെർട്ട് ചെയ്യണം. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ സെക്ഷനിൽ 2 DAC ഉപയോഗിക്കുന്നു. ഒന്ന് വെർട്ടിക്കൽ സെക്ഷന് വേണ്ടിയിട്ടും ഒന്ന് ഹൊറിസോണ്ടൽ സെക്ഷന് വേണ്ടിയിട്ടും ആണ്. മെമ്മറിയിൽ നിന്നും വെർട്ടിക്കൽ ഡിഫ്ലക്ഷനുള്ള സിഗ്നലും ടൈം ബേസ് ജനറേറ്ററിൽ നിന്നും സോട്ടൂത്ത് സിഗ്നൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ടും ലഭിക്കുന്നു. ഓക്കെ, ഇൻ ഡിസ്പ്ലേ ഓപ്പറേഷൻ 2 DACs are used which gives horizontal and vertical deflection voltage for the CRT. Data from the memory gives the vertical deflection of the electron beam while the time base counter gives the horizontal deflection in the form of sawtooth signal. Okay, the screen display consists of discrete dots representing the various data points, but the number of dots is very large, as thousands or more, that they tend to blend together and appear to be a smooth continuous waveform. അതായത് നോർമലി സ്ക്രീനിൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നിരവധി ഡോട്ടുകൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. അതായത് നമ്മൾ CRT പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡോട്ടിനെ വളരെ ഫാസ്റ്റായിട്ട് ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്താൽ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് തോന്നും. ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷനോടൊപ്പം തന്നെ വെർട്ടിക്കലായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വേവ് ഫോം ആയിട്ടും രൂപപ്പെടുന്നു. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഒരു സ്ക്രീനിൽ തന്നെ 1000-ൽ കൂടുതൽ ഡോട്ടുകൾ കാണുന്നത് കൊണ്ട് നമുക്ക് അതിനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു കണ്ടിന്യൂസ് സ്മൂത്ത് ആയിട്ടുള്ള വേവ് ഫോം ആയിട്ട്, അതായത് നമ്മൾ കാണപ്പെടുന്നത് ഒരു കണ്ടിന്യൂസ് സ്മൂത്ത് വേവ് ഫോം ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബ്ലോക്ക് ഡയഗ്രം ഒരിക്കൽ കൂടെ നോക്കാം. ആദ്യം ബഫർ ആംപ്ലിഫയറിന് സിഗ്നല് എവിടേക്ക് പോകുന്നുണ്ട്? ട്രിഗറിങ് പൾസിന് വേണ്ടി കൺട്രോളിങ് സർക്യൂട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ ബഫർ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സിഗ്നല് സാമ്പിൾ ചെയ്തതിന് ശേഷം ADC ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നു. ഈ ഡിജിറ്റൽ ഡാറ്റയെ മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യുന്നു. മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കൺട്രോൾ സർക്യൂട്ടാണ്. ഈ കൺട്രോൾ സർക്യൂട്ട് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് സാമ്പിൾ ആൻഡ് ഹോൾഡ് ADCയെയും അതിൻ്റെ റേറ്റിംഗ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനായിട്ട് സാമ്പിൾ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലോക്ക് സാമ്പിൾ ഉപയോഗിച്ചിട്ടാണ് മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ പ്രോസസ്സറിൻ്റെ അല്ലെങ്കിൽ കൺട്രോളിങ് സർക്യൂട്ടിൽ നിന്ന് അഡ്രസ് കൗണ്ടറിലേക്കും അതുവഴി മെമ്മറിയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ മെമ്മറി ഡാറ്റാസ് സ്റ്റോർ ചെയ്യും. മെമ്മറിയെ എപ്പോഴും മൈക്രോ പ്രോസസ്സർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മെമ്മറി ഫുൾ ആവുകയാണെങ്കിൽ പിന്നീട് വരുന്ന ഡാറ്റ ഏറ്റവും ആദ്യം സ്റ്റോർ ചെയ്ത അഡ്രസ്സിൽ സേവ് ആക്കുന്നു. ഇനി ഈ പ്രോസസ്സ് ഏതുവരെ നിൽക്കുന്നു പറഞ്ഞു? എക്സ്റ്റേണൽ ട്രിഗറിൽ നിന്നോ അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നലിൽ നിന്നോ ഒരു ട്രിഗറിംഗ് പൾസ് കൺട്രോളിംഗ് സർക്യൂട്ടിൽ എത്തുന്നത് വരെ ഈ പ്രോസസ്സിംഗ് കണ്ടിന്യൂസ് ആവും. ട്രിഗറിംഗ് പൾസ് എത്തിയ ഉടനെ തന്നെ ഈ പ്രോസസ്സ് എല്ലാം സ്റ്റോപ്പ് ആവുന്നു. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട്
കൺട്രോളിംഗ് സർക്യൂട്ടിൽ നിന്ന് സാമ്പിൾ ആൻഡ് ഹോൾഡ് പൾസിലേക്കും ADCയിലേക്കും സിഗ്നൽ പോകുന്നുണ്ട്. അതായത് ട്രിഗറിംഗ് പൾസ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് DSO എന്താവും? ഡിസ്പ്ലേ മോഡിലേക്ക് മാറും. ഡിസ്പ്ലേ മോഡ് എന്ന് പറയുമ്പോൾ രണ്ട് DAC ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറും പിന്നെ രണ്ട് ആംപ്ലിഫയർ, ഒന്ന് വെർട്ടിക്കൽ സെക്ഷന് ഒന്ന് ഹൊറിസോണ്ടൽ സെക്ഷന് വേണ്ടിയിട്ടും അതുപോലെ സോട്ടൂത്ത് വേവ് ജനറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റെയർകേസ് വേവ് ജനറേറ്റ് ചെയ്യാനുള്ള ടൈം ബേസ് ജനറേറ്റർ അഥവാ കൗണ്ടർ ഉണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് ഡിസ്പ്ലേ സെക്ഷനിലുള്ളത്. ഇപ്പോൾ മെമ്മറിയിലുള്ള സിഗ്നല് ഡിജിറ്റൽ ഫോമിലാണ്. അതിനെ അനലോഗ് ഫോമിലാക്കിയാൽ മാത്രമേ നമുക്ക് അനലോഗ് വേവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് രണ്ട് DAC ഉപയോഗിച്ച് ഈ സിഗ്നൽസിനെ വീണ്ടും അനലോഗ് സിഗ്നൽ ആക്കിയിട്ടാണ് വെർട്ടിക്കൽ സെക്ഷനിലൂടെയും ഹൊറിസോണ്ടൽ സെക്ഷനിലൂടെയും ഡിസ്പ്ലേയിലേക്ക് കൊടുത്ത് നമുക്ക് വേവ് ഫോം സാധ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.